ദക്ഷിണേന്ത്യയിലെ രണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് അടുത്തിടെ ഹിറ്റ്ലറെ പരാമർശിച്ച് വാർത്തകളിൽ ഇടം നേടിയത്. അത് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമാണ്. സതീശൻ നിയമസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് ജർമ്മൻ മുൻ ഭരണാധികാരിയും ഏകാധിപതിയുമായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ച് സംസാരിച്ചത്. അത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിനുള്ള മറുപടിയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഹിറ്റ്ലറുടെയും സ്റ്റാലിൻ്റെയും നിലപാടുകളും അവർ തമ്മിലുണ്ടാക്കിയ കരാറുമൊക്കെയായിരുന്നു മുഖ്യമന്ത്രി സതീശൻ ഉന്നയിച്ചത്. അതുവഴി അന്നത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട് തുറന്നു കാട്ടുകയായിരുന്നു ലക്ഷ്യം. ആ പ്രസംഗം വലിയ ഹിറ്റായി മാറി CPM അണികളെ ശരിക്കും അസ്വസ്ഥരുമാക്കി. അതിൻ്റെ അലയൊലി അടങ്ങി വരുമ്പോഴാണ് തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും ഹിറ്റ്ലറെ പരാമർശിച്ച് പ്രസ്താവന നടത്തിയത്. എന്നാൽ രേവന്തിൻ്റെ പ്രസ്താവന വലിയ വിവാദമായി മാറി. പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു. അതിന് കാരണം രേവന്ത് നടത്തിയ പ്രസ്താവന ഹിറ്റ്ലറെ അനുകൂലിക്കുന്നതായിരുന്നു. തെലങ്കാനയിൽ രേവന്ത് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഹൈഡ്ര. സംസ്ഥാനത്തെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള പദ്ധതി. ഹൈഡ്ര എന്നാൽ ഹൈദരാബാദ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് അസറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസി. ഈ പേരിന് പ്രചോദനമായത് അഡോൾഫ് ഹിറ്റ്ലർ ആണെന്നായിരുന്നു രേവന്തിൻ്റെ പരാമർശം. ഹൈഡ്ര ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട വാക്കായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കോർ ടീമിൻ്റെ പേരും ഹൈഡ്ര എന്നായിരുന്നുവെന്നും രേവന്ത് പറഞ്ഞു. ഹിറ്റ്ലറെ പോലൊരു ഭരണാധികാരി എങ്ങനെ ഒരു കോൺഗ്രസ് നേതാവിന് പ്രചോദനമായി എന്ന ചോദ്യമുയർന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. പിന്നാലെ ഹൈക്കമാൻഡ് ശക്തമായ താക്കീതാണ് രേവന്തിന് നൽകിയിരിക്കുന്നത്. ഹിറ്റ്ലർ പരാമർശം പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും അച്ചടക്കം പാലിക്കണമെന്നും നേതൃത്വം നിർദ്ദേശിച്ചു. രേവന്ത് റെഡ്ഡി പറഞ്ഞത് ഒട്ടും സ്വീകാര്യമായ വാക്കുകളല്ലെന്നും അദ്ദേഹത്തെ വിയോജിപ്പറിയിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഭാവിയിൽ അച്ചടക്കത്തോടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മാതിരി കമൻ്റൊന്നും വേണ്ടെന്ന ശക്തമായ താക്കീത് തന്നെയാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. നിലവിൽ ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് കോൺഗ്രസ് കാര്യമായി ഭരണത്തിലുള്ളത്. അവിടങ്ങളിലും ഇത്തരത്തിലുള്ള അനാവശ്യ പ്രസ്താവനകളിലൂടെ ജനങ്ങളെ പാർട്ടിക്കെതിരാക്കുന്ന നീക്കങ്ങളെ ഹൈക്കമാൻഡ് ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ നേതൃത്വം പെട്ടെന്ന് തന്നെ ഇടപെട്ട് നിലപാട് വ്യക്തമാക്കിയത്.